അങ്ങനെ ഹീറോയുടെ ആ ഡോക്ടർ സഹോദരൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം അവന്റെ ഗേൾഫ്രണ്ടിനോട് പറയുന്നു. പക്ഷെ അവളാണെങ്കിൽ നീ അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് അവനോട് പറയുന്നു. അവനിക്ക് അത് ഇഷ്ടമായിരുന്നെങ്കിൽ പോലും ഇവൾ ഇങ്ങനെ പറയുന്നുണ്ട് അവനും അത് സമ്മതിക്കുന്നു. അങ്ങനെ അവൻ നേരെ ചെറുമാനി വന്ന് കണ്ട് താൻ അമേരിക്കയിലേക്ക് പോകുന്നില്ല, എന്റെ ഗേൾഫ്രണ്ടിന് അത് ഇഷ്ടമല്ല എന്നും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് നല്ല ദേഷ്യം വരുന്നു. ഗേൾഫ്രണ്ടിന് വേണമെങ്കിൽ വേറെ കിട്ടും, പക്ഷെ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നു. ഇയാൾ ഇത്രയും ദേഷ്യപ്പെടുന്നതിന്റെ കാര്യം അവനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ പറ്റുന്ന ഒരു ദിവസം ആ ഒരു പോലീസുകാരുടെ ഫ്രണ്ടിന് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുടെ കോൾ വരുന്നു. എന്നിട്ട് ഈ ഒരു ആക്സിഡന്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നേരിട്ട് കാണാമെന്നും പറയുന്നു. ഇത് കേട്ട് അവരെല്ലാരും ഷോക്കാവുന്നു. അങ്ങനെ ഹീറോയുടെ പോലീസുകാരുടെ ഫ്രണ്ടും അയാളെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അത് വേറെ ആരും വരുന്നില്ല, അന്ന് മരണപ്പെട്ട ആ ഗുണ്ടയായിട്ടുള്ള പയ്യന്റെ സഹോദരൻ തന്നെയാണ്. അയാളാണെങ്കിൽ പാർക്കിനോട് അന്ന് രാത്രി എന്റെ സഹോദരൻ ഒരു ആർട്സ് ടീച്ചർ വിളിച്ചിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ്. പക്ഷെ പിറ്റേന്ന് പോലീസ് വന്ന് പറയുന്നത് കൂടെ പഠിച്ച ഏതോ സ്റ്റുഡന്റ് അവനെ കൊന്നുവന്നതാണ്. ഇത് ഞങ്ങൾക്ക് ആരംഭം മുതലുള്ള ഡൗട്ട് ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പാർക്ക് ഉടനെ തന്നെ വീട്ടിൽ വന്ന് ഹീറോയിനോട് അന്ന് പഠിപ്പിച്ചിരുന്ന ആർട്സ് ടീച്ചേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നു. അവൾക്കാണെങ്കിൽ ആർട്സിൽ നല്ല താല്പര്യമായിരുന്നുകൊണ്ട് തന്നെ ഇവരെല്ലാം അറിയാം. അങ്ങനെ അവളും കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു.